നമ്മളൊക്കെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. നമ്മളൊക്കെ ആദ്യ മാത്രമല്ല, ഇന്ന് അമ്മയുടെ ഏറ്റവും അനുഗ്രഹീതമായിട്ട് തെരഞ്ഞെടുപ്പില്ലാതെ സെലക്ട് ചെയ്ത ജോയിന്റ് സെക്രട്ടറി എന്ന പദവി ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ലഭിച്ചെങ്കിൽ അത് അനുസരിച്ചാണ്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ജസ്പ്രീത് എല്ലാവരും നന്മകൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഈ ഞങ്ങളുടെയൊക്കെ സ്വപ്ന സ്ഥാപനമായ ഈ കോട്ടേജിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പ്രശസ്ത സിനിമാ താരം അൻസിബയെ ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ജസ്പ്രീത് ഇന്റർനാഷണൽ വേദിക്ക് ഏറെ സ്നേഹങ്ങളും സ്വാഗതം ചെയ്തു. നമസ്കാരം. നമ്മുടെ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റിന്റെ രണ്ടാമത്തെ കോട്ടേജിന്റെ ഉദ്ഘാടനം ഇന്ന് ഏറ്റവും പ്രശസ്തയായിട്ടുള്ള, മാത്രമല്ല അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയിട്ടുള്ള അൻസിബ നിർവഹിച്ചു. ഇന്ന് വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും തന്നെ. അൻസിബ, എന്ത് തോന്നുന്നു നമ്മൾ ഈ ഒരു കോട്ടേജ് കാണുമ്പോൾ? First of all, thank you so much for inviting me for this inaugural function. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു നാടാണ് വയനാട്. വയനാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് കേവ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൂളുണ്ട്, ഒരു പ്രൈവറ്റ് കോട്ടേജ് ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലിക്കെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. എന്തായാലും ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നാണ്. അതെന്താണ് അനുസരിച്ച് കണക്ട് ആയിട്ടുള്ളത്? എന്താണുള്ളത്? അതായത് ഫോറസ്റ്റ് കേവ് ഉള്ളത് ഈ ഒരു ചന്ദനത്തോപ്പുകൾക്കിടയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതില് ഒരു 5 സെന്റ് ലാൻഡിലും ഇത്തരത്തിലുള്ള ഒരു കോട്ടേജും അതിന് ചുറ്റിലും 16 ചന്ദനമരങ്ങളാണ്. ഒരു ആഫ്റ്റർ 2 to 3 years കഴിയുമ്പോൾ ഇതൊക്കെ വലുതായിട്ട് ഇത് ഈ ചന്ദനമരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ്. അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ കണ്ടല്ലോ, പ്രൈവറ്റ് പൂളുണ്ട്, അതോടൊപ്പം തന്നെ ഈ ചന്ദനമരത്തിലുള്ള ഓക്സിജൻ. അപ്പൊ ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോ നമ്മുടെ പ്രായം കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു റിലീഫ് കിട്ടുന്ന ഒന്നുകൂടിയിട്ടാണ് ഈ കേവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഹെൽത്തി ആവാൻ പറ്റും, നമുക്ക് മാനസികമായിട്ടുള്ള സന്തോഷവും കിട്ടും. തീർച്ചയായിട്ടും ഇതിവിടെ 3 കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. 1 ഹെൽത്ത്, 2 വെൽത്ത്, 3 ലെഗസി. അത് പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റും, ആരോഗ്യമുണ്ട്, അതോടൊപ്പം ഇതിലൂടെ സമ്പന്നനാകാനുള്ള അവസരം കൂടി. കാരണം ഇത് ഞങ്ങൾ മാസം ഒരു ദിവസം വാടക 20,000 രൂപയ്ക്കാണ്. അപ്പൊ ഒരു മാസം 6 ലക്ഷം ഉൾപ്പെടെ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ കണ്ടുള്ളത് 13 പാർട്ട്നേഴ്സ് ഉള്ള കോട്ടേജിന്റെ ഉദ്ഘാടനം അനുസരിച്ച് നിർവഹിച്ചത്. അപ്പോ ആ 13 പേരെ ജീവിതത്തിൽ നാളെ അവരുടെ ലൈഫിൽ റിട്ടയർമെന്റ് ലൈഫ് എന്നുള്ള എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു വെൽത്ത് കൂടി, അതോടൊപ്പം അത് കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് ലെഗസി മറ്റുള്ള പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ഹെൽത്തായി, വെൽത്തായി, ലെഗസി, ഇത് 3 ഒരുമിച്ചാണ്. ഓക്കെ, ഇത് ചെയർമാൻ ഇതിനു മുമ്പ് ഇതുപോലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ താമസിച്ചിട്ടുണ്ടോ? ഞാൻ റിസോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് കേവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്. ചന്ദനക്കാട്ടിൽ താമസിച്ചില്ലല്ലോ? ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടില്ലേ, ഒരു 3 to 4 years ഉള്ളത് ശരിക്കും പറഞ്ഞൊരു കാടായിട്ട് മാറും. അവർ കാടിന്റെ അകത്തേക്ക് വരുന്നു. ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് പ്ലോട്ടിൽ വേറെ ചന്ദനം മാത്രമേ ഉള്ളൂ, കോട്ടേജ് ഇല്ലാതെ. അതൊക്കെ വലുതായി 8 അടി 10 അടി ഹൈറ്റൊക്കെ ഉള്ളത്. ചന്ദ്രത്തിന്റെ കാട്ടിൽ ഒരു ഗുഹയിൽ ഒന്ന് താമസിക്കാം. ഗുഹ എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ഗുഹയാണെങ്കിലും അകത്തേക്ക് കയറിയാൽ സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഒരു അത്യാവശ്യം 3 സ്റ്റാർ ഫെസിലിറ്റിയിൽ കൂടുതലുള്ള എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. കുട്ടികൾക്കുള്ള ഒരു ബെഡ് സ്പേസ് കൂടി ഉണ്ട്. ബേ വിൻഡോ എന്നുള്ള പേരിൽ ബേ വിൻഡോ ഉണ്ട്. പിന്നെ ബാക്കി അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ചെറിയ കിച്ചണും എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ചന്ദനം നമുക്ക് വളർത്താനുള്ള ലൈസൻസ് ഉണ്ട്. ചന്ദനത്തിന്റെ പേരിൽ നമുക്ക് ചന്ദനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് നടാനും വളർത്താനും മുറിക്കാനും നമ്മുടെ അവകാശവാധികാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് ഇതിന്റെ ഇന്റർനാഷണൽ ഡിമാൻഡും ഇന്ത്യയിൽ വളരെ ഷോർട്ടാണ്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പൊ അത് മനസ്സിലാക്കി ഗവൺമെന്റ് തന്നെ ചന്ദന കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്, ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ മുറിക്കാനും
വിൽപ്പന നടത്താനുള്ള അധികാരം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങുന്നവർക്ക് ലോങ് ടൈമിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഈ കൾട്ടിവേഷന് കിട്ടണം. അതോടൊപ്പം തന്നെ റെന്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഒരു ഇവിടത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാല് വാങ്ങുന്ന കസ്റ്റമർ അവർ ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ ഇത് വിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ട്, ഇവർക്കൊക്കെ ഞങ്ങൾ ഒരു ഹൈ ബെനിഫിറ്റാണ് കൊടുക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ കമ്പനി അപ്പൊ 3 സെക്ടറിലും ഒരേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാൾ ഉപരി അനുസരിച്ച് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസ് വിജയിച്ചു വരുന്ന ഒരു കമ്പനി കൂടിയാണ് ഞങ്ങളെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, കാരണം വനിതകളെ മുൻനിരയിലേക്ക് എത്തിക്കാം. അപ്പൊ കഴിഞ്ഞ വർഷം കേരള ഗവൺമെന്റ് 5 അവാർഡ് ഞങ്ങൾക്ക് ലേഡീസിനായിരുന്നു. അതിൽ വലിയ ഹൈലൈറ്റ് വരുന്ന ഓണത്തിന് 4-ാം തീയതി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് 5 ലേഡീസ് പ്രീമിയം കാർ വിൻ ചെയ്യാം. അതായത് ഒരു ഓഡി Q7, ഒരു ഓഡി A6, ഒരു 2 BMW, പിന്നെ ഒരു B6. അങ്ങനെ 5 പ്രീമിയം വണ്ടികൾ വാങ്ങിക്കുമ്പോൾ വിൻ ചെയ്തതും ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിലൂടെ വനിതകളാണ്. അപ്പൊ പറഞ്ഞു വന്നത് വിമൻ എംപവർമെന്റ് കൂടെ നടക്കുന്നുണ്ടല്ലേ? യെസ്. അതായത് പണമുള്ളവർക്ക് വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ആവും, പണം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, പ്രവർത്തിച്ചുകൊണ്ട് ഇതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് 2 to 5 ഇയർ കൊണ്ട് സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അവരെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇതിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ. എല്ലാവിധ ആശംസകളും നേരാണ്. ഈ ഫോറസ്റ്റ് കേവ് മാത്രമേ ഉള്ളൂ അതോ കോമൺ അമ്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? 5 സെന്റ് സ്ഥലം, 5 സെന്റ് സ്ഥലം, കുറച്ച് സ്ഥലം റോഡിൽ പോകുന്നുണ്ട്, കുറച്ച് 1/2 സെന്റിൽ താഴെ. പിന്നെ ഇതില് ഈ കാണുന്ന കേവ് നമുക്ക് ഒരു പ്രൈവറ്റ് പൂളും വാട്ടർഫോൾസും ഫെസിലിറ്റി ഉള്ള ഈ ഒരു റൂമും, അത് കൂടാതെ ഈ കോമ്പൗണ്ടിനകത്ത് 16 ചന്ദന മരങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വരുമാനം കിട്ടാനായിട്ട് ഇതിന്റെ ഒരു ടൂറിസം ഇൻകം എന്നുള്ള രീതിയിൽ ഇതിന്റെ റെന്റ് കിട്ടും. ഇമ്മീഡിയറ്റ് ഇൻകം വിത്തിൻ 1 ഇയർ റെന്റ് ഇൻകം സ്റ്റാർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞൊരു 10 to 15 ഇയേഴ്സിനുള്ളിൽ നമുക്ക് ഇതിനുള്ളിൽ 16 ചന്ദന മരങ്ങൾ മുറിച്ചു വെക്കുന്നതിലൂടെ ഒരു 2 മുതൽ 4 കോടി അതിന് മുകളിലുള്ള എമൗണ്ട് കിട്ടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ ഉണ്ട്. ഇതിന് പുറമെ നമ്മുടെ ഇതില് ഇപ്പൊ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂൾ ഒരു ഫാമിലി പൂളാണല്ലോ. ഇതിന് പുറത്ത് വലിയൊരു പൂളുണ്ട്, എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ പൂളുണ്ട്. അതുകൂടാതെ ഒരു പാർട്ടി ഹാളുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ ഡിസൈനിൽ കേവ് മോഡലിൽ തന്നെയുള്ള ഒരു ഏകദേശം 500 രൂപയോളം ഇരിക്കാവുന്ന രീതിയിലുള്ള ഓഡിറ്റോറിയം ഉണ്ട്. ഡെസ്റ്റിനേഷൻ വെഡിങ്സും അതുപോലെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇതൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള രീതിയിലുള്ള വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. അതിന് നമുക്ക് മറ്റു ഫെസിലിറ്റി കൊടുക്കാനായിട്ടുള്ള റെസ്റ്റോറന്റ് ഉണ്ട്. ഏകദേശം എപ്പോഴത്തേക്കും റെഡിയാവും? ഒരു ഏകദേശം ഒരു 1 ഇയറോട് കൂടിയിട്ട് ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബർ 31 32 കോട്ടേജ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മിനി സൂ ചെയ്യുന്നുണ്ട്. പിന്നെ DJ ഹാൾ ഉണ്ട്, റെയിൻ ഡാൻസ് ഉണ്ട്, ക്യാമ്പ് ഫയറിനുള്ള ഏരിയ ഉണ്ട്, ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, പിന്നെ ട്രീ ഹൗസുകൾ, ഏർമാടങ്ങളുണ്ട്. അതൊരു 2-3 ഡേയ്സ് നമുക്ക് ഒരു ഫാമിലിക്ക് നല്ലൊരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ എല്ലാ എന്റർടൈൻമെന്റുകൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരുക്കും. ഇതിൽ പാർട്ടായിട്ടുള്ള എല്ലാവർക്കും എല്ലാവരും നന്മകളും ഉണ്ടാവും. Okay, thank you.